ബിഗ് ബോസിലെ അടുത്ത കള്ളനെ പിടിച്ചിരിക്കുകയാണ്. അത് ആര്യൻ തന്നെയാണ്. ഷാനവാസിൻ്റെ ബാൻഡ് അടിച്ചു മാറ്റിയത് ആര്യനാണ്. ഷാനവാസ് 2-3 ദിവസമായിട്ട് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിരുന്നു, ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു, ആരോ ബാൻഡ് അടിച്ച് മാറ്റിയിട്ടുണ്ട് എന്ന്. ഇന്ന് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ബാൻഡ് കയ്യിലുള്ള എല്ലാവരും തന്നെ തിരിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിക്കണം, അവരുടെ പെട്ടിയും അവരുടെ എല്ലാ സാധനങ്ങളും തന്നെ പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യൻ, ഷാനവാസ്, അഭിലാഷ് ഇവരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് ബാൻഡും എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂമിൽ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. ആര്യൻ്റെ ബാൻഡ് ഓൾറെഡി ലാലേട്ടൻ വന്ന് മേടിച്ചിരുന്നു. അഭിലാഷിൻ്റെ കയ്യിലുണ്ട്, അഭിലാഷിൻ്റെ തിരിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഷാനവാസിൻ്റെ ബാൻഡ് കയ്യിലില്ല. അപ്പോൾ ഷാനവാസ് എഴുന്നേറ്റ് ഇന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആരും അടിച്ചു മാറ്റി ബിഗ് ബോസ്, അത് എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആരെടുത്താലും അത് ഇപ്പോൾ തന്നെ തിരിച്ച് ഇപ്പോൾ എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നു. പക്ഷേ ആരും അനങ്ങുന്നില്ല കേട്ടോ. അനിമോൾ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, ആര്യൻ ഓൾറെഡി ആ ഒരു ബാൻഡ് അടിച്ചു മാറ്റിയ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തിരുന്നു ആരുടെ അടുത്തും പറയരുതെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, ആര്യനാണ് അത് എടുത്തത് എന്ന് പറയുന്നു. അത്രയും നേരം ആര്യൻ അവിടെ മിണ്ടാതിരിക്കുമായിരുന്നു. ഈവൻ ബിഗ് ബോസ് വരെ അനൗൺസ് ചെയ്തു അത് എടുത്തത് ആരായാലും ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞിട്ട് പോലും ആര്യൻ അത് എടുത്തുകൊണ്ട് വന്നില്ല. ആര്യൻ പറയുന്നത് മറ്റുള്ളവർ അടിച്ചു മാറ്റിയാൽ കുഴപ്പമില്ല, ഞാൻ അടിച്ചു മാറ്റിയാലാണ് കുഴപ്പം എന്നാണ് ആര്യൻ പറയുന്നത്. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ നിൽക്കുകയാണ് ആര്യൻ. കഴിഞ്ഞ ദിവസം ലാലേട്ടനെ അപമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ലാലേട്ടനെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഇതാ ബിഗ് ബോസിനെ അപമാനിച്ചിരിക്കുകയാണ്. ആ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും അഹങ്കാരം പിടിച്ചൊരു കണ്ടസ്റ്റൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യൻ എന്ന ഒറ്റ ഉത്തരമേ പറയാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആര്യന് അഹങ്കാരമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.